ഞമ്മക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു സുഹൃത്തുണ്ടാവാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞമ്മക്ക് ഈ ഭൂമിയിൽ കിട്ടാവുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യാട്ടോ. നമ്മൾ ജീവനോടുള്ളപ്പോഴും നമ്മൾ മരണശേഷമൊക്കെ പ്രാർത്ഥിക്കാൻ ഒരു സുഹൃത്തുണ്ടാവാന്ന് പറഞ്ഞു കഴിഞ്ഞാല് എടോ അതൊക്കെ തന്നെയാണ് പടച്ചോൻ നമുക്ക് കനിഞ്ഞു തന്ന അനുഗ്രഹങ്ങളിലൊന്ന്. ഞാൻ കണ്ടടാ അങ്ങനെ ഒരു സൗഹൃദം. നമ്മ മഹല്ല് കമ്മിറ്റിയില് ജുമുഅ നടക്കുന്ന സമയത്ത് ഖത്തീബ് ഇങ്ങനെ ഒരു കത്ത് കിട്ടിയിട്ട് അതിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞ് അതിന് ചുറ്റുവട്ടത്തുള്ള കോളേജിൽ പഠിക്കാൻ വന്ന രണ്ട് സുഹൃത്തുക്കൾ എല്ലാ വെള്ളിയാഴ്ചയും ഇങ്ങനെ പള്ളിയിൽ വരലുണ്ടേനി. അപ്പം അതിലൊരു സുഹൃത്ത് പറഞ്ഞെന്താ വെച്ചാൽ കുറച്ച് ദിവസം മുമ്പ് അവൻ്റെ സുഹൃത്ത് ഷോക്കടിച്ച് മരിക്കപ്പെട്ടു പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ ഭയങ്കര ഷോക്കായിട്ട് ആ ഒരു സമയം. പിന്നെ അതുമല്ല അവൻക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ അവനാണ് അതിൻ്റെ ഒരു മുൻകൈ എടുത്ത് തന്നതൊക്കെ ആലോചിച്ച് നോക്കുമ്പോൾ ഞാനിങ്ങനെ പതറി. ഞാനിങ്ങനെ ആലോചിച്ച് നമുക്കൊക്കെ അങ്ങനെ ആരെങ്കിലും ഉണ്ടാവുമോ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കാൻ എന്നുള്ളതൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചു ആ ഒരു സമയത്ത്. എടോ നമ്മൾ എന്തുണ്ടാക്കിയാലും മരണശേഷം നമുക്ക് പ്രാർത്ഥിക്കാൻ ആരും ഇല്ലെങ്കിലേ നമ്മൾ വെറും വേസ്റ്റാട്ടോ. എന്തായാലും ആ ഒരു സൗഹൃദം കണ്ടപ്പം വല്ലാത്തൊരു സന്തോഷം തോന്നിപ്പോയി. എന്തായാലും സ്വർഗത്തിൽ അവൻ്റെ കൂടെ ഒരുമിച്ച് ജീവിക്കാനുള്ള ഭാഗ്യം അവൻ്റെ സുഹൃത്തിനും അവൻ്റെ കുടുംബത്തിനും ഉണ്ടാവട്ടെ.